വഴിതെറ്റി കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ ഒരു വിറകുവെട്ടുകാരൻ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. ഭയന്നോടിയ അയാളോട് ആന പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. ആന തന്റെ പുറത്തിരുത്തി അയാളെ സ്വന്തം രാജ്യത്തെത്തിച്ചു. ആ സമയത്ത് കൊട്ടാരത്തിലെ ആന ചരിഞ്ഞു. പുതിയ ആനയെ അന്വേഷിച്ച രാജാവിനോട് വിറകുവെട്ടുകാരൻ താൻ കണ്ട ആനയുടെ ആകാരവും തലയെടുപ്പും വിവരിച്ചു. സൈന്യം കാട്ടിൽ ആനയെ തേടിയെത്തി. ആന രാജാവിന്റെ മുന്നിലെത്തി പറഞ്ഞു, എൻ്റെ പ്രിയ സ്ഥലം കാടാണ്. അവിടെ അമ്മയും സഹോദരങ്ങളുമുണ്ട്. അവിടെ ജീവിക്കാൻ അനുവദിക്കണം. ആനയുടെ ആവശ്യം കേട്ട രാജാവ് അതിനെ തിരിച്ചു പോകാൻ അനുവദിച്ചു. ഒരു കാട്ടുമൃഗത്തെയും പിടിച്ചുകെട്ടി വളർത്തരുതെന്ന് ഉത്തരവുമിറക്കി. സ്വന്തമാക്കണമെന്ന ചിന്തയേക്കാൾ എത്രയോ മനോഹരമാണ് സ്വതന്ത്രമാക്കണമെന്ന ചിന്ത. തനിക്കിഷ്ടപ്പെടുന്നതെല്ലാം തൻ്റേതാകണമെന്ന ചിന്ത വച്ചുപുലർത്തിയവരെല്ലാം പലരുടെയും ജീവിതത്തിന് ചിതയൊരുക്കിയിട്ടുണ്ട്. പൂവ് ആർക്കുവേണ്ടിയും വിരിയുന്നില്ല, നദി ആർക്കുവേണ്ടിയും ഒഴുകുന്നുമില്ല. രണ്ടും അതിൻ്റെതായ യാത്രയിലാണ്. വിരിയുന്ന പൂക്കളും ഒഴുകുന്ന വെള്ളവും തനിക്ക് സ്വന്തമാക്കണമെന്ന വാശി പലരിൽ രൂപപ്പെട്ടാൽ പൂക്കൾ ഇതളുകളായി ചിതറുകയും നദി വഴിതിരിച്ചുവിട്ട് പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും. ആകർഷണം തോന്നുന്ന എന്തിനേയും ബഹുമാനിക്കാനും നാം പഠിക്കണം. ആരുടെയും പിടിവാശിക്ക് മുന്നിൽ പൊലിയേണ്ടതല്ല ഒരുപാട് കാലം തണലേകേണ്ടവയുടെ ആയുസ്. ഇഷ്ടമുള്ളവരോട് ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി അവരെ അവരുടെ ഇഷ്ടങ്ങളിലേക്ക് വിടുക എന്നത് മാത്രമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.